അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുജൂദ് തിലാവത്തിന്റെ സുജൂദ് അഥവാ നാം എല്ലാവരും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ നെഞ്ചോടടുക്കി പിടിക്കുന്നവരാണ്. ഈ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തിലാവത്തിന്റെ സുജൂദ്. വിശുദ്ധ ഖുർആനിൽ 15ഓളം സ്ഥലങ്ങളിൽ ഓതുമ്പോൾ പ്രത്യേകമായ അടയാളങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ആ സ്ഥലങ്ങളിൽ പ്രത്യേകം ഖുർആൻ എഴുതിയെടുത്ത് ഒരു മുകളിൽ ഒരു വരയിട്ടതായും നമുക്ക് കാണാൻ പറ്റും. ആ സ്ഥലങ്ങൾ ഓതുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ അറാഫ് സൂറത്ത് അഥവാ 7ാമത്തെ അധ്യായമായ സൂറത്തുൽ അറാഫിൽ എന്നാണ് ആദ്യമായി തിലാവത്തിന്റെ സുജൂദ് വരുന്നത്. ഫാത്തിഹ മുതൽക്ക് നോക്കുമ്പോൾ അവസാനമായി സൂറത്തുൽ അലഖിലാണ്. അങ്ങനെ 15 സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ തിലാവത്തിന്റെ സുജൂദ് ഉള്ളത്. സൂറത്തുൽ റഅദിലുണ്ട്, അതേപോലെ ഇങ്ങനെ പോയി സൂറത്തുൽ മറിയമിലുണ്ട്, അങ്ങനെ ഇൻഷിഖാഖ്, സൂറത്തുൽ അലഖ്, ഇങ്ങനെ 15 സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിൽ നാം ഖുർആൻ ഓതുമ്പോൾ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയൊക്കെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ആരൊക്കെയാണ് സുജൂദ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. യുസന്നു ലിൽ ഖാരിഇ ഫി സ്വലാത്തി വ ഖാരിജിഹാ എന്ന കിതാബുകളിൽ പറയുന്നത്. ഈ സുജൂദ് ആർക്കെല്ലാം സുന്നത്തുണ്ട്? ഖുർആൻ ഓതുന്ന ആൾക്ക്. എവിടെ ഓതുമ്പോൾ? നിസ്കാരത്തിൽ ഓതുന്ന ആൾക്കാണെങ്കിൽ അത് സുന്നത്തുണ്ട്. നിസ്കാരത്തിന് പുറത്ത് ഓതുന്ന ആൾക്കും അത് സുന്നത്തുണ്ട്. അത് നിസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. അത് കേൾക്കുന്നവനും അത് സുന്നത്തുണ്ട്. ഒരാൾ ഓതുന്നത് കേട്ടു, അത് നിസ്കരിക്കുന്നവനാണ് കേട്ടത്, നിസ്കരിക്കുന്നവനാണ് ഓതിയത്. എന്നാൽ നിസ്കരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്? സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. അതേപോലെ സാധാരണ ഒരാൾ ഖുർആൻ ഓതുന്നു, ആ ഓതുന്നത് മറ്റൊരാൾ കേട്ടു, അപ്പോഴും എന്തുണ്ട്? തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുണ്ട്. നിസ്കാരത്തിലാകുമ്പോൾ ഇമാമ് ചെയ്താൽ മഅ്മൂമീങ്ങൾക്ക് ചെയ്യൽ നിർബന്ധമാണ്. ഇമാമ് ചെയ്തിട്ടില്ല എങ്കിൽ മഅ്മൂമീങ്ങൾ എന്ത് ചെയ്യരുത്? സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? അത് നിസ്കാരം ബാത്തിലാക്കി പോകും. അതുകൊണ്ട് തന്നെ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമാമിന് എന്തുണ്ട്? സിരിയായ അഥവാ ളുഹ്ർ അസ്ർ നിസ്കാരങ്ങളിൽ പതുക്കെയാണല്ലോ ഖുർആൻ ഓതാറ്. അവ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം അവർ സുജൂദ് ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇനി സുബ്ഹി, മഗ്രിബ്, ഇശ ഈ നിസ്കാരങ്ങളിലൊക്കെ ഉറക്കെയാണല്ലോ നമ്മൾ ഓതുന്നത്. അങ്ങനത്തെ അവസരത്തിൽ ഓതിയാൽ സഹ്വിന്റെ സുജൂദ് ഇമാമിന് സുന്നത്തുണ്ട്. ഇമാമ് ചെയ്താൽ മഅ്മൂമിനും സുന്നത്തുണ്ട്. ഇനി ഈ സുജൂദ് ചിലപ്പോൾ ചെയ്യാൻ പാടില്ല ഇമാം. എപ്പോൾ? ഈ ഇതെങ്ങാനും ചെയ്താൽ, സുജൂദ് ചെയ്താൽ കുറെ ജനങ്ങളുണ്ട്, മഅ്മൂമിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? സുജൂദ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ആണെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി ഈ സൂറത്ത് ഓതൽ ഹറാമുമാണ്. നിസ്കാരത്തിൽ ഈ സൂചന ഉദ്ദേശത്തോട് മാത്രമായിട്ട് ഈ സൂറത്ത് ഓതൽ ഹറാം ആണ്. ഔ വഖ്തിൻ മക്റൂഹിൻ, അതല്ലെങ്കിൽ നിസ്കാരം മക്റൂഹായ ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ട്, ആ സമയത്തും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ കാരണം? അതുകൊണ്ടുള്ള കളികളാണ് എന്നർത്ഥം. ഇതിന് 10 ഷർത്തുകളാണുള്ളത്. സഹ്വിന്റെ സുജൂദിന് 5 ഷർത്തുകളാണുള്ളത്.
ഇതിൽ ആദ്യത്തെ 5 ഷർത്തുകൾ ഏതാണ്? നിസ്കാരത്തിന്റെ ഷർത്തുകളായ 5 അതെന്താ? ഒന്നാമത്തെ എന്താണ്? നമ്മൾ ശരീരം ശുദ്ധി ഉണ്ടായിരിക്കുക, ത്വഹാറത്തുനിൽ ഹദസി, അത് വുളു ഉണ്ടായിരിക്കുക, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക. രണ്ടാമത് എന്താണ്? അവന്റെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവയെല്ലാം നജസിനെ തൊട്ട് ശുദ്ധിയാവുക. മൂന്നാമത്തേത് ഔറത്ത് മറക്കുക. നാലാമത് എന്താണ്? സമയം ആയി എന്നറിയുക. അപ്പൊ നിസ്കാരത്തിലാകുമ്പോൾ എപ്പോൾ ഈ സഹുവിന്റെ സുജൂദ് സമയമായി എന്നറിയിലാണ് ഈ സഹുവിന്റെ സുജൂദിന്റെ ആ ആയത്ത് പൂർണ്ണമായി ഓതി കഴിയുക. അതാണ് അവിടെ സമയമാകുക എന്നുള്ള ഉദ്ദേശം. അഞ്ചാമത് എന്താണ്? ഇസ്തിഖ്ബാലുൽ കിബിലക്ക് മുന്നെടുക്കുക. ഈ 5 ഷർത്തുകൾ നിസ്കാരത്തിൽ ഉള്ള ഈ 5 ഷർത്തുകൾ എന്ത് ചെയ്യാണ്? സഹുവിന്റെ സുജൂദിലും ഷർത്താണ്. ഇനി ഇതിന് പുറമെയുള്ളതാണ് സമയമാകുക. ആ ആയത്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇവിടെ സമയമായി എന്നുള്ളതിന്റെ ഉദ്ദേശം. ആറാമത് എന്താണ്? ഖിറാഅത്തു ഔ സമാഉ ജമീ ആയാതിഹ, പൂർണ്ണമായി ഓതണം എന്നർത്ഥം. കേൾക്കുന്ന ആളാണെങ്കിൽ അത് ആ ആയത്ത് പൂർണ്ണമായി കേൾക്കണം. സജദന്റെ ആയത്ത് ചിലപ്പോൾ എന്താകും? ആ സജദന്റെ ഭാഗം ഒരായത്തിന്റെ ചിലപ്പോൾ ആദ്യത്തിലോ മധ്യത്തിലോ ഒക്കെ ആകും. അങ്ങനെ വന്നാൽ ആ ആയത്ത് പൂർത്തിയാകുന്നത് വരെ അവൻ ഓതണം. കേൾക്കുന്നവനാണെങ്കിൽ അത് പൂർത്തിയാകുന്നത് വരെ അവൻ കേൾക്കണം. ഏഴാമത് എന്താണ്? മയ്യത്ത് നിസ്കാരത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തില്ല. ഇനി അഥവാ ഒരാൾ മയ്യത്ത് നിസ്കാരത്തിൽ ഓതിയാൽ ആ മയ്യത്ത് നിസ്കാരത്തിൽ എന്ത് ചെയ്യരുത്? സഹുവിന്റെ സുജൂദ് ചെയ്യരുത്. അല്ലാത്ത ഏത് നിസ്കാരത്തിലും ഓതാം, സുജൂദ് ചെയ്യ എന്നർത്ഥം. എട്ടാമത് എന്താണ്? കൗനുഹ മഖ്സൂദതൻ മശ്റൂഅതൻ, അത് ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. ഖുർആൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അപ്പൊ എന്താണ്? അങ്ങനെ ആയാൽ മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം. അത് കേൾക്കലാകട്ടെ രണ്ടും. എന്നാൽ ഇപ്പോഴത്തെ കാലം മൊബൈലിന്റെ യുഗമാണ്. മൊബൈലിൽ നിന്ന് സജദയുടെ ആയത്ത് ഒരാൾ കേട്ടു, അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും മാർഗങ്ങളിലുള്ള ഒരാൾ കേട്ടാൽ അതിന് എന്തില്ല? സുജൂദ് ചെയ്യൽ സുന്നത്ത് ഇല്ല. ഇപ്പൊ ടാപ്പിക്കാരുടെ ഒരാൾ കേട്ടു, സുന്നത്തില്ല. ടിവിയിലൂടെ ഒരാൾ കേട്ടു, യൂട്യൂബിൽ ഒരാൾ കേട്ടു, അതിലൊന്നും എന്തില്ല? അതല്ലെങ്കിൽ മറ്റു റെക്കോർഡിൽ ഏതെങ്കിലും റെക്കോർഡ് രൂപേണ, ഉദാഹരണത്തിന് തത്ത ഒരു ഖുർആൻ ഓതി നിൽക്കുകയാണ്, അപ്പോൾ എന്തില്ല? അവിടെയൊന്നും ഈ സഹ്വിന്റെ സുജൂദ് സുന്നത്ത് ഇല്ല. ഒമ്പതാമത് എന്താണ്? ഖൗലുഹാ മിൻ വാഹിദിൻ ഫീ സമാനിൻ വാഹിദ്, അത് ഒരൊറ്റ ആൾ ഓതണം. ഉദാഹരണത്തിന് പലപ്പോഴും ചിലപ്പോൾ 1-2 ആളുകൾ ഇതങ്ങനെ ഓതും. അപ്പൊ ഒരായത്തിന്റെ സജദനായത്തിന്റെ പകുതി ഭാഗം ഒരാൾ ഓതി, ബാക്കി ഭാഗം വേറൊരാൾ ഓതി. അങ്ങനെ വന്നാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ ഈ ഓതിയ ആൾക്കും സുന്നത്തില്ല, കേട്ട ആൾക്കും സുന്നത്തില്ല. ഒരേ ആളിൽ നിന്ന് ഒരേ സമയത്ത് കേൾക്കണം. ഒരേ ആൾക്ക് നമ്മൾ ഓതുന്നത്, പക്ഷെ അദ്ദേഹം പകുതി ഓതി വെച്ചു, കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് ഓതുന്നത്. അങ്ങനെ വന്നാലും എന്തില്ല? സുന്നത്ത് ഇല്ല. പിന്നെ 10ാമത്തെ കാര്യം എന്താണ്? അദമു തൂലിൽ ഫസ്ലി ബൈന ആഖിരിൽ ആയത്തി വസ്സുജൂദി, ഈ ആയത്ത് ഓതിക്കഴിഞ്ഞ ഉടനെ തന്നെ സുജൂദ് ചെയ്യണം. കുറേ സമയം കഴിഞ്ഞിട്ട് സുജൂദ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഇനി ഈ നിസ്കാരത്തിലാകുമ്പോൾ അതിന്റെ നിസ്കാരത്തിലെ ഷർത്തും ഫർളും എല്ലാം പാലിക്കേണ്ടതാണ്. നിസ്കാരത്തിൽ അല്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ ഓതിയിട്ടാണ് ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ 4 ഫർളുകൾ ഉണ്ട്. അത് ഒന്നാമത് എന്താണ്? നിയ്യത്ത്. സജദന്റെ ആയത്തോതിന്റെ പേരുള്ള സുജൂദിനെ ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി അവൻ നിയ്യത്ത് വെക്കുക. രണ്ടാമത് നിയ്യത്തിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാം. പിന്നെ ഇതിൽ എത്ര സുജൂദാണ് വരിക? ഒരൊറ്റ സുജൂദ്. മൂന്നാമത്തെ ഫർള് എന്താണ്? ഒരു സുജൂദ് ചെയ്യുക. നാലാമത് എന്താണ്? സലാം വീട്ടുക എന്നാണ്. ഏതുപോലെ? സുജൂദി സ്വലാത്തി വസലാമിഹ, നിസ്കാരത്തിൽ നമ്മൾ സലാം വീട്ടുന്നത് പോലെ എന്ത് ചെയ്യുക? ഇതിന്റെ സലാം വീട്ടലും സുന്നത്തുണ്ട്, വേണം. അത് എല്ലാം എന്താണ്? ഇപ്പൊ 4 ഫർളുകൾ. ഇനി സുന്നത്തുകൾ. ഇത് നിസ്കാരത്തിൽ അല്ലാത്ത സമയത്ത് കുറെ സുന്നത്തുകളുണ്ട്.
ഒന്നാമതാണ് തലഫുദ് ബിൻ നിയ്യത്തി. നിയ്യത്ത് ഉച്ചരിക്കുക. നിയ്യത്ത് മനസ്സിലാണ് വേണ്ടത്. ഏത് കാര്യത്തിലും നിയ്യത്ത് മനസ്സിലാണ് വേണ്ടത്. ഇവിടെ നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്ത്. നിസ്കാരത്തിൽ ഏതിലാകട്ടെ നിയ്യത്ത് ഉച്ചരിക്കുക എന്നുള്ളത് സുന്നത്തുണ്ട്. പിന്നെന്താണ്, നമ്മൾ നിസ്കാരത്തിൽ കൈ ഉയർത്തുന്നത് പോലെ കൈ നമ്മുടെ തോള് വരെ തോള് വരെ ഈ രണ്ട് കൈകളും ഉയർത്തുക എന്നുള്ളതും സുന്നത്താണ്. പിന്നെ നിന്നുകൊണ്ടാകാം, ഇരുന്നു കൊണ്ടാകാം. പിന്നെ അടുത്ത സുന്നത്ത് എന്താണ്, തക്ബീറുൽ ഹുവിയ്യി, കുനിയാൻ വേണ്ടി അഥവാ സുജൂദിലേക്ക് പോകാൻ വേണ്ടി തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതിൽ നിന്ന് ഉയരാൻ വേണ്ടിയും എന്തുണ്ട്, സുന്നത്തുണ്ട്. ആ സമയത്ത് ഉയരുന്ന സമയത്ത് എന്ത് പറ്റില്ല, കൈകൾ ഉയർത്താൻ പാടില്ല. പിന്നുള്ള സുന്നത്ത് എന്താണ്, ജുലൂസുലി സലാമി, സലാം വീട്ടാൻ വേണ്ടി ഇരിക്കലും സുന്നത്തുണ്ട്. അതേതുപോലെ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ഇരിക്കുന്നത് പോലെ ഉള്ള ഇരുത്തമാണ്. അവൻ നിസ്കാരത്തിൽ നമ്മൾ സലാം വീട്ടാൻ വേണ്ടി ഇരിക്കുമല്ലോ അത്തഹിയ്യാത്തില്, ആ ഇരുത്തം പോലെയാണ് ഇരിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇതിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് സുന്നത്തായത് നിർബന്ധമല്ല. ചൊല്ലിൽ നിസ്കാരത്തില് സുജൂദിൽ റുക്കൂലൊന്നും ചൊല്ലൽ നിർബന്ധമില്ല, ഒക്കെ സുന്നത്താണല്ലോ. അതേപോലെ തന്നെയാണ് തിലാവത്തിന്റെ സുജൂദിലും ചൊല്ലൽ നിർബന്ധമില്ല, സുന്നത്താണ്. അതെന്താണ് ചൊല്ലേണ്ടത്, സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ദിക്റാണ് തിലാവത്തിന്റെ സുജൂദിൽ ചൊല്ലൽ സുന്നത്തായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.